മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിലെ റേഷൻ വ്യാപാരികളെ വേദനിപ്പിക്കുന്നതായിപ്പോയി. കാരണം കേരളത്തിലെ റേഷൻ വ്യാപാരികൾ കിറ്റ് കൊടുത്ത സാഹചര്യത്തിൽ ആ സാഹചര്യം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർക്കേണ്ടതായിരുന്നു. കേരളത്തിലെ എല്ലാ മേഖലകളും അടഞ്ഞു കിടന്ന സമയത്ത് ഈ കോവിഡ് കാലത്ത് റേഷൻ കട തുറന്ന് പ്രവർത്തിച്ചു. യാതൊരു ആനുകൂല്യങ്ങളുമില്ല. എന്നിരുന്നാലും സേവനമെന്ന നിലയാണ് ഞങ്ങളന്ന് തുറന്നു പ്രവർത്തിച്ചത്. അന്ന് 65 ജീവൻ ഞങ്ങൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. വിലപ്പെട്ട 65 ജീവനാണ് അന്ന് റേഷൻ വ്യാപാരികളിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അവർക്കൊന്നും കൊടുത്തിട്ടില്ല. വളരെ വേദനയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഓണോറിയം തരാത്തത് അതുകൊണ്ടാണ്. കിറ്റ് കമ്മീഷൻ എന്താ കിറ്റിന് വേണ്ടി ഞങ്ങൾ റൂം എടുത്തു, ഒരു ജീവനക്കാരനെ വെച്ചു, അതൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ശരിക്ക് ആദ്യത്തെ കിറ്റിന് ഞങ്ങൾക്ക് 22 രൂപ തരണം ഞങ്ങളുടെ അഗ്രിമെന്റ് പ്രകാരം. രണ്ടാമത്തെ കിറ്റ് 5 കിലോ 6 കിലോന്റെ 12 രൂപ തരണം. അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു. അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം സാർ പറഞ്ഞ് അതൊന്നും നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾ സേവനമാണ് ചെയ്യുന്നത്, ഒരു 5 രൂപ തരും. അത് ശിരസ വഹിച്ചവരാണ് റേഷൻ വ്യാപാരി. ആ 5 രൂപ അത് നൽകാതിരുന്നപ്പോൾ 3 പ്രാവശ്യം നൽകിയതിന് ശേഷമാണ് നിങ്ങൾ സേവനം നൽകണം. ഏത് മേഖലയിലാണ് ഇതിൽ സേവനം ചെയ്തത്? നിറയ്ക്കാന്, കിറ്റ് സഞ്ചിയിലെടുത്തിടാന്, ഓരോ പാക്കറ്റ് നിറയ്ക്കാന്, റേഷൻ കടയിൽ എത്തിക്കാന്, ഇറക്കാന് ഒക്കെ പൈസ കൊടുത്തു. ഇത് കൊടുത്ത റേഷൻ വ്യാപാരികളോട് മാത്രം സേവനം ചെയ്യാൻ എന്തുകൊണ്ട് അന്ന് മുഴുവൻ ശമ്പളം വാങ്ങിയ ഏതെങ്കിലും ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരോട് ആ കിറ്റ് നിറയ്ക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് സേവനമാവില്ലായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വീട്ടിലിരുന്നവർക്കൊക്കെ ശമ്പളം കൊടുത്തു. ഒന്നും യാതൊരു വേതനമോ ഒന്നുമില്ലാത്ത ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ ഞാനിനി കൂടുതൽ പറയുന്നില്ല. ഈ ഓണത്തിന് എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു 4,000 ഒക്കെ. ഞങ്ങൾക്ക് വെറും 1000 രൂപ തരാമെന്ന് പറഞ്ഞത് കിറ്റിന്റെ കമ്മീഷൻ നൽകുമെന്നതുകൊണ്ട് നൽകില്ല എന്ന് പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിൽ വളരെയധികം പ്രതിഷേധമുണ്ട്. അതുമായി തന്നെ ധനമന്ത്രി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ ആഗസ്റ്റ് മാസ കമ്മീഷൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല? കിറ്റ് കമ്മീഷനിൽ നിന്ന് തന്നെ ഒരു വൈരാഗ്യത്തോടു കൂടിയല്ലേ കിറ്റ് കമ്മീഷൻ എല്ലാ പൈസയും പിടിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. കിട്ടാനുള്ള എല്ലാ പൈസയും അതിനകത്ത് ഈടാക്കി. ഇതല്ലേ കിറ്റ് കമ്മീഷൻ ഞങ്ങൾക്ക് തന്നത്? ഇതൊക്കെ ഈ പൊതുവിതരണ രംഗത്ത് സേവനം ചെയ്യുന്ന റേഷൻ വ്യാപാരികളോടുള്ള അവഗണനയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവഗണന അവസാനിച്ച് ഞങ്ങൾ ഇപ്പം ഇവരെ പൈസ സമരം തുടങ്ങുക. ആര്? നമ്മുടെ കരാറുകാര്, ഏറ്റവും വലിയ കൂലി കൊടുക്കുന്ന തൊഴിലാളികൾ, അവരൊക്കെ സമരം, അവർക്കൊക്കെ ബോണസ് ഉണ്ട്. ഈ ബോണസ് ഒക്കെ ഉണ്ട്, പക്ഷെ റേഷൻ വ്യാപാരിക്കൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് ഈ വിഭാഗത്തിലുള്ള അവഗണന അവസാനിച്ച് ഞങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇത് കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങളും